ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. എൻ്റെ ഇന്നത്തെ ഈ ചിരി സന്തോഷമൊക്കെ കാണുമ്പോൾ ഇമ്മാൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. എത്ര ദിവസങ്ങളായി എൻ്റെ ചുണ്ടിൽ ഇങ്ങനെ ഒരു ചിരി കണ്ടിട്ട്. ഇമ്മാക്ക് ഇപ്പം എന്നോട് ദേഷ്യമൊന്നും തോന്നണില്ല? മക്കളെ കയ്യിൽ തെറ്റും കുറ്റും കാണുമ്പോഴേ ഇമ്മാർക്കും വാപ്പാർക്കും വാണ്ടപ്പെട്ടവർക്കും ഒക്കെ ചിലപ്പം ചീത്ത പറയാനോ ദേഷ്യപ്പെടാനോ രണ്ട് തല്ലാനും ഒക്കെ തോന്നിയെന്ന് വരും. അങ്ങനെയൊക്കെ ചെയ്യും ചെയ്ച്ചു. എന്നാലും പെറ്റ തള്ളാരെ ഉള്ളിലെ എപ്പോഴും ആ മക്കൾക്ക് നല്ലത് വരണേന്നുള്ള ഒരു തേട്ടൽ എന്നും ഉണ്ടാവും. അധികം വൈകാണ്ട് ഇജു ഒരുമ്മ ആവാൻ പോവുമല്ലേ? അപ്പം എനക്കും മനസ്സിലാവും ഒരിമ്മ മനസ്സ് എന്താണെന്നുള്ള കാര്യം. ഇതമ്മ കഞ്ഞിൻ്റെ വെള്ളം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പിട്ടിട്ടേ ഓരോ ഗ്ലാസ് കുടിക്കാൻ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കണത്. കണ്ട് കുടിച്ചാണേ. എൻ്റെ കുഞ്ഞോളെ എൻ്റെ പാട് ക്ഷീണത്തിന് കുറവുണ്ടപ്പോൾ? എൻ്റെ ഒരു ക്ഷീണം ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നണില്ല സൽമാത്ത. എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പം എൻ്റെ കുട്ടീനെ കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും മാത്രമാണ്. അതാണ് കുട്ടിയമ്മ പറഞ്ഞത്. ഒരുമ്മാൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു നോക്കും പോലും കാണാത്ത എൻ്റെ കുട്ടിയുടെ ചിരിയും കളിയൊക്കെ ഇപ്പം തന്നെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുടങ്ങിയില്ലേ? അതാണ് കാര്യം. അതന്നെ. ഇനി മാസങ്ങൾ ഓരോന്ന് കഴിച്ചുമ്പോൾ അനക്ക് എൻ്റെ കുട്ടീനെ കുറിച്ചിട്ടേ എന്തൊക്കെ സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടാവുമെന്നറിയോ? അതാണ് കുട്ടിയുടെ ഇമ്മാൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരൊക്കെ ഒരു കുട്ടീനെ ഭൂമിക്ക് പറക്കുമ്പോഴേ കാണണോ അറിയണുള്ളൂ. പക്ഷേങ്കിൽ ഒരുമ്മാക്ക് ഒരു കുട്ടി വയറിൻ്റെ ഉള്ളിൽ ജീവൻ എടുക്കുമ്പോൾ അതിന് മുഴുപ്പ് തുടങ്ങുമ്പോഴും ആ ഇമ്മാക്ക് ആ കുട്ടിനെ അറിയാനും മനസ്സിലാക്കാനും പറ്റും. അതാണ് ഒരു ഉമ്മാൻ്റെ മനസ്സ്. നേരെ അമ്മ, ഞാനൊരു ഉമ്മ ആവാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ കുട്ടിനെ കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും മാത്രമാണ്. അപ്പോൾ എന്നെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കും വരെ എൻ്റെ ഉമ്മാക്കും ഉണ്ടായിട്ടുണ്ടാവൂലേ എന്നെക്കുറിച്ച് ഒരുപാട് മോഹങ്ങൾ. അങ്ങനെയുള്ള എൻ്റെ ഉമ്മാനെ ഞാൻ എന്തോരം വിഷമിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മക്കളെ കുറിച്ചിട്ടും ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവും പല പല പൂതികൾ. ഇമ്മയുടെ കുട്ടിനോട് ഇമ്മക്ക് ആകെ ഒരു ഉപദേശം തരാനുള്ളൂ. അന്നെ വളർത്തിയ കാര്യത്തിൽ ഇമ്മക്ക് ഒരുപാട് തെറ്റോട് പറ്റിക്കണ്. ആ തെറ്റോളൊന്നും എൻ്റെ കുട്ടിനെ വളർത്തുന്ന കാര്യത്തിൽ അനക്കുണ്ടായിക്കൂടാ. ശരിയും തെറ്റും വളർന്നു കൊടുക്കേണ്ട പ്രായത്തിൽ അത് പറഞ്ഞു മനസ്സിലാക്കി തന്നെ വളർത്തണം. ഇല്ലമ്മ, എന്നെ വളർത്തിയ കാര്യത്തിൽ എൻ്റെ ഉമ്മക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഒക്കെ ഞാൻ ചെയ്ത തെറ്റ് മുഴുവൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് വന്നു പോയതാ. അതിൽ എൻ്റെ ഉമ്മക്ക് ഒരു തെറ്റുമില്ല. മതി ഇനി കരഞ്ഞതും പറഞ്ഞതൊക്കെ. വന്നിട്ട് എന്തെങ്കിലും തിന്നാനും കുടിക്കാനും നോക്ക്. നേരത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിലേ ഇനി തന്നെ മാത്രമല്ല ബാധിക്കാന്ന് ഡോക്ടർ പറഞ്ഞത് മറക്കണ്ട. ആ ഇതെന്താ ഇവിടെ ഇമ്മി സൽമാത്തയും കൂടി ഗർഭിണിക്കുള്ള ക്ലാസ് എടുക്കല്ല? ആടി, അനക്ക് 5ാം മാസം ആകും വരെ എൻ്റെ സംശയങ്ങൾ തീർക്കലായിരുന്നില്ല എൻ്റെ പണി. ഇനി കുറച്ച് ഓളെ സംശയങ്ങളും തീർത്തു കൊടുക്കട്ടെ. അത് ശരി. അപ്പൊ സൽമ ടീച്ചർക്ക് ഇപ്പോൾ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടി അല്ലേ? ഇനി ഫീസ് വാങ്ങിക്കോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ ഈ പെരയിൽ 5ാമത്തെ ഒരാളും കൂടിയും കളിയും ചിരിയൊക്കെ കേൾക്കാൻ പോവുക അല്ലേ? 4ാമത്തെ 5ാമത്തെ ആള് തമ്മിൽ അത്ര വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? കുഞ്ഞോൾക്ക് പീരിയഡ്സിന്റെ ഡേറ്റ് ശരിയല്ലാത്തതുകൊണ്ട് മാസം 2 കഴിഞ്ഞപ്പോഴല്ലേ അറിയന്നെ ചെയ്തത്. ഇവൾക്കാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അറിയും ചെയ്തിരിക്കണേ. അനക്കിപ്പത് 5ാം മാസവും ഓൾക്കിപ്പത് 2ാം മാസം കഴിഞ്ഞില്ലേ കണക്കില്. അങ്ങനെ നോക്കാച്ചാ രണ്ടാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും നമ്മളെ പെരയിലെ 2 കുട്ടികളെയും കൂടി കളിയും ചിരിയും അങ്ങോട്ട് നിറയട്ടെ. ആ ഇമ്മാക്ക് ഇനി പേരക്കുട്ടികളെ മാറി മാറി കൊഞ്ചിക്കാലോ.
ഞങ്ങളിങ്ങനെ ഓരോ സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴും ഇജ് ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞോളെ. എൻ്റെ കുട്ടി ഈ വീട്ടിൽ തന്നെ വളരേണ്ടി വരും ഉമ്മ. സ്വന്തം പാൻ്റെ ബാക്കിയുള്ളവരൊന്നും ഒരു സ്നേഹവും കരുതലും എൻ്റെ കുട്ടിക്ക് കിട്ടൂല സൽമാത്ത. ഞാൻ ചെയ്ത തെറ്റ് കാരണം എൻ്റെ കുട്ടിയും കൂടി ആരുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വരും. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. ആദ്യം ഈ കാര്യം ആരിസ്ഖാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പാടെ സന്തോഷം കൊണ്ട് ഓനിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയണില്ല എന്നാ ആദ്യം പറഞ്ഞത്. സത്യമാണ് ദിലുജി പറഞ്ഞത്. ഈ കാര്യം കേട്ടപ്പോൾ ശരിക്കും ഹരിസ്ഖാക്ക് സന്തോഷമായ. പിന്നെ സന്തോഷമാവാണ്ടിരിക്കും എൻ്റെ കുഞ്ഞോളെ. ഒരു ഇമ്മാവാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പം എത്രയോരം സന്തോഷമുണ്ട്. അതേപോലെ ഒരു വാപ്പാവാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ ഓൻ്റെ ഉള്ളിലും കാണും അതുപോലത്തെ സന്തോഷങ്ങളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രശ്നങ്ങളും വാശിയും ദേഷ്യമൊക്കെ അധികം വഴുകാതെ തന്നെ ഒക്കെ ഓൻ്റെ ഉള്ളിൽ നിന്ന് മാറും. അന്നയും കുട്ടീനെ സന്തോഷത്തോടെ ഓൻ്റെ പെരേക്ക് കൊണ്ടുപോവുകയും ചെയ്യും, അല്ലേ? സത്യമാണ് കുട്ടി ചേച്ചി പറഞ്ഞത്. ഓനക്ക് ഈ കാര്യം അറിഞ്ഞപ്പോൾ വല്ല മാറ്റമുണ്ടാ? മാറ്റങ്ങളൊക്കെ ഇനി താനുണ്ടായിക്കോളും ഉമ്മ. എന്തായാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ ആരിസ് നല്ല സന്തോഷത്തിലാണ്. പിന്നെണ്ടല്ലേ കുഞ്ഞോളെ, അനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇജ് ഓക്കെ അല്ലേ എന്നൊക്കെ അതിനോട് ചോദിച്ചത്രട്ടവന്. ഇഞ്ഞുജിങ്ങനെ കരഞ്ഞടങ്ങറുണ്ടാക്കി വെക്കലിൻ്റെ കുഞ്ഞോളെ. നോക്ക്, പഠിച്ചവനായിട്ടേ കൈവിട്ട് പോവാനായ നിങ്ങളെ ജീവിതം തിരിച്ചു പിടിക്കാൻ തന്നൊരവസരമാണെന്നത് കരുതിയാൽ മതി. ഇതോടക്കനെ ഒക്കെ കലങ്ങി തെളിയട്ടെ. അതേ കുട്ടിയെ, കാര്യേജ് ഒരുപാട് തെറ്റോള് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനൊക്കെ മനസ്സറിഞ്ഞ് ഇജിപ്പോ പഠിച്ചവനോട് പൊറുക്കലിനെ തേടുന്നുണ്ടോന്നോ ഈ ഉമ്മാക്കറിയാം. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കണ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാല് തൊട്ടിച്ച് കരഞ്ഞ് പോണത് കണ്ടപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നെഞ്ഞ് പൊട്ടി ഞാൻ പഠിച്ചവനോട് ദുആ ചെയ്തിക്കണേ. എൻ്റെ കുട്ടിയുടെ എല്ലാ ഇടങ്ങറോളും ബുദ്ധിമുട്ടോളും തീർത്തു കൊടുക്കണേ റബ്ബേന്ന്. ആ പ്രാർത്ഥന പഠിച്ചോൻ കേൾക്കാണ്ടിരിക്കൂല. അത് ശരി, അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി അങ്ങനെ ഒരു കാര്യം ഉണ്ടായോ? മതി ഇനി കരഞ്ഞത്. ഇഞ്ഞിച്ച് കരഞ്ഞാലും ചിരിച്ചാലും ചിന്തിച്ചാലും പറഞ്ഞാലും ഒക്കെ അതിൻ്റെ എല്ലാ നേർപകുതി എൻ്റെ കുട്ടിക്കും കൂടി ഉള്ളതാ. അതുകൊണ്ട് വന്നിട്ട് വേഗം തിന്നാനും കുടിക്കാനും നോക്ക്. കുട്ടി നന്നായിട്ടുണ്ട്, വളരട്ടെ. ഇന്നമ്മാടെ കുട്ടി ചെല്ല്, പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്തോട്. ഇമ്മ കുറച്ചേരം കിടക്കട്ടെ. എന്നാ നമുക്ക് ചോറുന്നില്ലതിലോ? ആദ്യം ഞാൻ മൂത്തമ്മാനെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ തിന്നോളൂ. ഇക്ക് നല്ല വിശക്കുണ്ട്. വരി രണ്ടാളും. ആദ്യം വരാൻ ഇച്ചിരി നേരം വഴുകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. പായ കുഞ്ഞോളെന്നാ. അല്ല കുഞ്ഞോളെ, അതിന്റെ അടുത്ത് ഇജ് ഇന്നലെ എപ്പോഴാ ഉമ്മാന്റെ കാല് പിടിക്കലും മാപ്പുറച്ചിലൊക്കെ കഴിച്ചത്? അതെപ്പോഴാ നട്ടപ്പാതിരക്കാ? അത് പിന്നെ ഇന്നലെ രാത്രി നിങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ. അത് ഞാനും കൂടെ ചോദിക്കാൻ വരികയെന്ന്. സത്യത്തിൽ ഇന്നലെ രാത്രിയിൽ എന്താ ഉണ്ടായത്? എങ്ങനെ താഴെ വീണ് കിടന്നിരുന്നത്? ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കാന് കാണാതായപ്പോ വിളിക്കാൻ വേണ്ടി വന്നതാ. ഡോർ തുറന്നു നോക്കുമ്പോ ഇജ് താഴെ കിടക്കുക. എത്ര വിളിച്ചിട്ടും എണീക്കണമില്ല. എന്താ സത്യത്തിൽ ഇന്നലെ ഉണ്ടായത്? അത് പിന്നെ തിരു, ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങള് ദേഷ്യപ്പെടുത്ത്. ഇന്നലത്തെ രാത്രിയോട്
ഞാൻ എൻ്റെ ജീവിതം മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കാൻ വിചാരിച്ചതാ. എന്നിട്ട് പക്ഷേ എനിക്ക് അതിന് പോലുള്ള ധൈര്യം ഉണ്ടായില്ല. പിന്നെ ധൈര്യം അന്റെ മോന്തടക്കി അങ്ങനെ തെരിയ കാണത്. പടച്ചോൻ തന്ന ജീവിതേ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മരണത്തിന് കീഴടങ്ങണത് അത്ര വലിയ ധൈര്യമാണെന്നാണോ ഇജ്ജ് കരുതിയിട്ടുള്ളത്? ചെയ്യാൻ പോണത് തെറ്റാണെന്ന് അറിയാനിട്ടൊന്നല്ല സൽമാത്ത. പക്ഷേ ഇന്നലെ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി. വല്ലാത്തൊരു തോന്നലായിപ്പോയി. ഇജയ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. അല്ലെങ്കിൽ അങ്ങനെ കരണടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഈ ലോകത്തുള്ള ജീവിതം മാത്രം പോരെ മോളെ നമുക്ക്. പഠിച്ചോ ഓരോ മനുഷ്യർക്കും പല പല രീതിയിലുള്ള പരീക്ഷണങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അതിലൊക്കെ തോറ്റി പിന്മാറി പടച്ചോൻ തന്ന ആയുസേ പകുതി വഴിക്ക് തീർത്ത് അവസാനിപ്പിച്ചു പോവാന് മനുഷ്യർക്ക് എളുപ്പമാണ്. പക്ഷേ പരലോകത്ത് ഇതിലും വലിയൊരു ജീവിതം നമ്മളെ കാത്തുനിൽക്കുന്നുണ്ട്. ഇവിടുന്ന് അവസാനിപ്പിച്ച് പോയവർക്കൊക്കെ അവിടെ നല്ല സുഖമാവുന്നാണ് ഇജ്ജ് വിചാരിക്കുന്നത്? അതിലല്ല കാര്യം. തന്ന ആയുസിൽ എന്ത് തന്നെ പരീക്ഷണങ്ങൾ തന്നാലും അതിൽ റബ്ബിനെ മുറകെ പിടിച്ച് ജീവിച്ച് തീർക്കുന്നവർക്ക് മാത്രമാണ് മോളെ വിജയമുള്ളത്. ഒക്കെ നേരെ സൽമാത്ത. പക്ഷേ ആ നേരത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ന കാരണം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് ഞാനപ്പോൾ ചിന്തിച്ചോളൂ. ബെസ്റ്റ്. അങ്ങനെ എന്നാലും എൻ്റെ ജീവിതം അങ്ങ് തീർത്തു പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും ഇത്ര നല്ല സന്തോഷത്തിലാവും എനിക്ക് തോന്നുന്നുണ്ടാ? ഞങ്ങളുടെ കാര്യം പോട്ടെ, ഇമ്മാടെ കാര്യം, ആരിസിന്റെ കാര്യം, അതൊന്നും ഇജപ്പെ കുറിച്ച് ചിന്തിച്ചില്ലേ കുഞ്ഞോളെ? അപ്പം ഞാൻ മറ്റാരെ കുറിച്ചും ചിന്തിച്ചില്ലതില്ലോ. എൻ്റെ ജീവിതം കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് മാത്രമേ അപ്പം എനിക്ക് തോന്നിയുള്ളൂ. ഒക്കെ അവസാനിക്കും മുന്നേ ഇമ്മാൻ്റെ കാലത്തൊട്ട് മാപ്പ് പറയണമെന്ന് വിചാരിച്ചാ ഞാൻ ഇമ്മാൻ്റെ റൂമിൽ പോയത്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഇമ്മാൻ്റെ കാലത്തൊട്ട് മനസ്സോടെ കുറേ കരഞ്ഞ് മാപ്പ് പറഞ്ഞേ. അവിടുന്ന് തിരിച്ചു വന്ന് റൂമിൽ കയറി വാതിലടച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണിലൊക്കെ എന്തോ ഇരുട്ട് കയറിയ പോലെ തോന്നി. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ ഓവർ ടെൻഷൻ കാരണം ചിലപ്പോൾ അപ്പം തല ചുറ്റി വീണതായിരിക്കും. ഒരു നേരത്തെ ബുദ്ധിമോശം കൊണ്ട് ഇജ് ഇന്നലെ രാത്രി അങ്ങനെ വല്ലതും ചെയ്തു പോയിരുന്നെങ്കിൽ ഇന്ന് ഈ പെരയിൽ എൻ്റെ മയ്യത്തെടുക്കണതിൻ്റെ കൂടെ ഒരു മയ്യത്തും കട്ടിലും കൂടി എടുക്കേണ്ടി വന്നിരുന്നു മോളെ. മറ്റാരുമല്ല, ആ കിടക്കണം നമ്മുടെ അമ്മാൻ്റെ. ഇജിങ്ങനെ കണ്ണ് തുറച്ചിട്ടൊന്നും കാര്യമില്ല കുഞ്ഞോളെ. സൽമാത്ത പറഞ്ഞ പോലെ ഇന്നലെ രാത്രിയിൽ എനിക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലേ ഇന്നിപ്പോ ഇമ്മാടെ മയ്യത്തും കൂടി ഇവിടെ എടുക്കേണ്ടി വന്നിരുന്നേ. അതിനു പുറമെ ഇപ്പാന്റെ അവസ്ഥ, ഇവിടെ ഉള്ളൊരവസ്ഥ, ആരിസാക്കാന്റെ വീട്ടിലുള്ളൊരവസ്ഥ എന്തൊക്കെ ആയിരുന്നെന്ന് അറിയോ മോടെ? എനിക്ക് എന്താ അവിവേകജ് കാണിക്കാൻ പുറപ്പെട്ടത്? മറ്റുള്ളവരതൊക്കെ പോട്ടേന്ന് വിചാരിക്കേണ്ടതില്ലയോ? ഇന്നലത്തെ ബുദ്ധിമോശം കൊണ്ട് ഇജ് ഇന്നലെ എൻ്റെ ജീവിതം തീർത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ എൻ്റെ ഉള്ളിൽ ആ ജീവനുണ്ട് എന്നുള്ളത് അറിയാൻ ഇജ് ജീവിച്ചിരിക്കുന്നുണ്ടാവുമായിരുന്നു കുഞ്ഞോളെ. ഈ ഒരു സന്തോഷം ഭാഗ്യം നേരിട്ട് കേൾക്കാനും അനുഭവിക്കാനും എനിക്ക് ഭാഗ്യം ഉണ്ടാവുമായിരുന്നോ? വേണ്ട സൽമാത്ത, വലിയ തെറ്റാ ഞാൻ ചെയ്യാൻ പുറപ്പെട്ടത്. മനസ്സുകൊണ്ട് പോലും ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. പഠിച്ചവനായിട്ടാ എനിക്കപ്പോ അങ്ങനെ ഒരവസ്ഥ വരുത്തിയത്. അപ്പൊ തല ചുറ്റി വീണില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ കുട്ടീനെ പോലും. അത് മറ്റൊന്നും കൊണ്ടല്ലേ എൻ്റെ കുഞ്ഞോളെ, എൻ്റെ ഉമ്മാൻ്റെ നെഞ്ഞു പൊട്ടിയുള്ള പ്രാർത്ഥന കൊണ്ടാ. ഇമ്മ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേച്ചി? അന്നോടൊന്നും പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ജിമ്മാൻ്റെ കാല് തൊട്ട് കരയുന്നത് കണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോ ഇമ്മ നെഞ്ഞു പൊട്ടിട്ട
എൻ്റെ കുട്ടിയുടെ എല്ലാ ഇടങ്ങറോടും തീർത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചത് ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടായിരിക്കും പടച്ചോന്നല് അന്നെ അത്രയും വലിയൊരു ബുദ്ധിമോശത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇന്ന് എനിക്ക് ഇമ്മ എന്നുള്ള ഒരു മഹാഭാഗ്യം തന്നത്. സത്യസൽമാത്ത, ഞാൻ എൻ്റെ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉമ്മാൻ്റെ ഒറ്റ ഒരാളെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഇന്നില്ല, ഇനി ഒരിക്കലും ഞാനൊരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകും കൂടില്ല. സത്യം. അൻ്റെ ഒരാളെ ജീവൻ എടുക്കുന്നതിന് പകരം ഒരു കൂട്ടക്കൊലപാതകം ചെയ്ത പോലെ ആയിരുന്നു കുഞ്ഞോളെ ഈ വീടിൻ്റെ അവസ്ഥ. ഇതെൻ്റെ മാത്രം കാര്യമില്ല, ഒട്ടുമിക്ക പേരും അങ്ങനെയാണ്. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സ്വയം ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് പോകും. അത് കാരണം പിന്നീട് ആ വീടിൻ്റെ അവസ്ഥയും അവരെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ ജീവിതം എന്താണെന്നൊന്നും ഓലപ്പ ചിന്തിക്കൂല. സ്വയം രക്ഷപ്പെട്ടാൽ മതി, വേറൊന്നും വേണ്ട. പഠിച്ചോ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കും മക്കളെ. ജീവിതത്തിൽ ഒരിക്കൽ തളർന്നു പോകാനൊരു അവസരം ഉണ്ടാകുമ്പോഴത്തിന് ജീവിതം അവസാനിപ്പിച്ച് പോകണ എല്ലാ മക്കളും അതൊന്ന് ആലോചിച്ചാൽ നന്ന്. നമ്മൾക്കായി എത്രയോ ബുദ്ധിമുട്ടി ജീവിച്ച് തീർക്കണ എത്ര മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നറിയോ? അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കണത് തന്നെ വലിയ സ്വർഗത്തിലല്ലേ? അതിന് പടച്ചവനോട് ശുക്ർ പറയുക ചെയ്യേണ്ടത്, അല്ലാണ്ട് തന്ന ജീവിതത്തിനെ നിറകിപ്പിച്ച് അവസാനിപ്പിച്ച് പോക്കല്ല. ഇല്ലേ സൽമാത്ത, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും പടച്ചവൻ തന്ന ആയുസ് ഞാനായിട്ട് ഇനി അവസാനിപ്പിക്കാൻ നോക്കൂല. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കൂല. ഇതുപോലുള്ള ചിന്തകളൊന്നും ഇനി മറ്റാരുള്ളിലും തോന്നാതിരിക്കട്ടെ. അങ്ങനെയുള്ള തോന്നലിൽ നിന്നൊക്കെ പടച്ചോൻ നമ്മളെല്ലാരും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ. മതി കരഞ്ഞത്. ഇത് അനക്ക് മാത്രമല്ല, അന്നെപ്പോലെ ഒറ്റ നേരത്തെ ബുദ്ധിമോശം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തുനിയണേ എല്ലാവർക്കും ഉള്ളൊരു പാടാണ്. സ്വന്തം തെറ്റ് കാരണം സ്വയം ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ അത് കാരണം ഇല്ലാണ്ടാവണത് സ്വന്തം ജീവിതം മാത്രമല്ല, മറ്റുള്ള പല ജീവനും കൂടിയാണെന്നുള്ള ഒരു വലിയ പാടും. നിങ്ങള് ഫോൺ അടിക്കണ്ട്. ഞാൻ അതെ വരുന്നേ. കാക്കയാണല്ലോടി ഫോണിലിപ്പം രാവിലെ വിളിച്ചു വെച്ചത്. ഹലോ. വലൈക്കും അസ്സലാം. എന്റെ ഉമ്മാടെ കുട്ടി പിന്നെ വിളിച്ചേ? അഭിതാത്തി അർഷിമോളൊക്കെ എവിടെ? ഓല് രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തേ? ഒരു സന്തോഷമുള്ള കാര്യമുണ്ടമ്മ. നിങ്ങൾ അവരൊക്കെ വിളിച്ചിട്ട് ഫോണൊന്ന് സ്പീക്കറിലിട്ടാണേ. സന്തോഷമുള്ള കാര്യോ? അതെന്താ? ആബിയെ എന്താ അമ്മ? നിങ്ങളെ രണ്ടാളി വിളിച്ചിട്ടേ സ്പീക്കർ ഓണിട്ടിട്ട് വർത്താനം പറയാനും അവനെ. കാക്കാക്ക് എന്ത് സന്തോഷമുള്ള കാര്യം പറയാണ്ടത്ര. എന്താ കാക്ക, എന്ത് സന്തോഷമുള്ള കാര്യമാണ്? ഞങ്ങളും കൂടി കേക്കട്ടെ. ഞാനൊരു വാപ്പാവുമ്പോ ഓടി വന്നേ. നേരാണ് അമ്മയുടെ കുട്ടി പറഞ്ഞത്. എന്റെ പഠിച്ചോനെ, ഈ സന്തോഷം ഞാൻ ആരോടാ പറയാ? കുഞ്ഞോട് ആങ്ങളൊക്കെ വിളിച്ചിരുന്നു. ഓൾക്ക് വിശേഷം ഉണ്ടത്രേ. മാഷാ അല്ലാ,
എന്തായാലും ഇങ്ങനൊരു കാര്യം തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ലടാ, ഓൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടുന്ന് പോയതിനു ശേഷം നേരത്തും തിന്നലും ഉറങ്ങണമെന്നില്ല അത്ര. അതുകൊണ്ട് ബോഡി നല്ല വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. എന്നിട്ട് കാക്കോൾക്ക് വിളിച്ചിരുന്നാ? ഇല്ല, ഇതറിഞ്ഞപ്പോ നിങ്ങൾക്ക് വിളിച്ചു വരാന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ. ഇമ്മ ഒരു കാര്യം പറഞ്ഞാല് ഇഞ്ഞെങ്കിലും ഉമ്മാന്റെ കുട്ടി ഒന്ന് കേക്കുവോ? എന്താ ഉമ്മ, ഇപ്പൊ ഉമ്മ എന്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കും. എന്റെ ഉള്ളിൽ ഇപ്പൊ അത്രക്ക് സന്തോഷ. ഇന്നാ ഞങ്ങള് പോയിട്ട് കുഞ്ഞോളങ്ങോട്ട് കൂട്ടിട്ട് വരട്ടെ. ഇതിക്കും വലിയ വലിയ തെറ്റ് ചെയ്തവരോട് പടച്ചോൻ പൊറുക്കണില്ലേ ഹാരിസേ? ഓളെ വയറ്റില് ഉമ്മാടെ കുട്ടിയുടെ ചോര വളരുന്നത്, ആ കുട്ടിയുടെ കളിയും ചിരി ഓരോ വളർച്ചയും ഈ പേരൻ്റെ ഉള്ളിൽ നിന്ന് നേരിട്ട് കാണണം എന്നുള്ള പൂതിയുണ്ട് ഉമ്മാക്ക്. അതെ ഹാരിസേ, രണ്ടാവാന്ന് നിങ്ങളെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് പടച്ചോൻ ഇങ്ങനൊരു സന്തോഷം തന്നത് ആ ജീവിതം അങ്ങനെ ആയിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. ഞങ്ങൾ പോയി അവളെ വിളിച്ചിട്ട് വരട്ടെ കാക്ക? ഇൻഷാ അല്ലാ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങള് പോയിട്ട് വരുന്ന. അത് കേട്ടാ മതി ഇമ്മാക്ക്. ഇമ്മാടെ കുട്ടി ഫോണ് വെച്ച പാട് ഓൾക്കൊന്ന് വിളിക്കിട്ടാ. എൻ്റെ വിളി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുമായിരിക്കും പോള്. ഇൻഷാ അല്ലാ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം. ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചോളാം. ഓക്കെ. അൽഹംദുലില്ലാ. പടച്ചോനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല മക്കളെ. പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇവിടെ ഈ രണ്ട് ഉമ്മമാരും സ്വന്തം മക്കളുടെ ജീവിതം സന്തോഷത്തിലാവാൻ മനസ്സും കണ്ണും നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാണ്ടാകുമോ? ഇവരുടെ ജീവിതത്തിലെ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ അസ്സലാമു.